ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, പുതിയ പ്രതീക്ഷകളുമായി പുതിയ ചിന്തകളുമായി നാം ഒരു പുതിയ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പുതുവർഷത്തിൻ്റെ എല്ലാ നന്മകളും ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. CSI സഭയുടെ ലക്ഷണറി അനുസരിച്ച് ആദ്യത്തെ ദിവസം ഒരു വർഷം ആരംഭിക്കുന്നത് ഉടമ്പടി ശുശ്രൂഷയിലൂടെയാണ്. നാം ഉടമ്പടി ജനമാണെന്ന് ഒരിക്കൽ കൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ശുശ്രൂഷയാണ് ഉടമ്പടി ശുശ്രൂഷ. നാം ഉടമ്പടി ജനം, ദൈവവുമായി ഉടമ്പടി ചെയ്ത ദൈവജനം. ദൈവജനം ആരെന്ന് ഇന്ന് ചിന്തിക്കുന്ന ഒരു സമയമാണ്. തങ്ങൾ ദൈവജനമാണ് എന്ന് ക്ലെയിം ചെയ്യുന്ന നിരവധി സമൂഹങ്ങളെ ലോകമെങ്ങും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവത്തെ ഭയപ്പെട്ട് ദൈവം നടത്തുന്ന വഴികളിലൂടെ നടക്കുന്ന ജനമാണ്, അല്ലെങ്കിൽ ദൈവ ഭയത്തോടുകൂടി ദൈവത്തെ അനുസരിക്കുന്ന ജനമാണ് ദൈവജനം. നാം ദൈവവുമായിട്ട് ചെയ്ത ഉടമ്പടി ഒരിക്കൽ കൂടെ പുതുക്കാനുള്ള അവസരമാണ് പുതുവർഷം നമുക്ക് തരുന്നത്. വേദപുസ്തകത്തിൽ നിരവധി ഇടങ്ങളിൽ ദൈവം തൻ്റെ ജനവുമായും ചില വ്യക്തികളുമായും ഉടമ്പടി ചെയ്യുന്നതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോഹയുമായും അബ്രഹാമുമായും ഇസ്രായേൽ മക്കളുമായും ദാവീദുമായും എല്ലാം ദൈവം ഉടമ്പടി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഇസ്രായേൽ മക്കളെ ദൈവജനമെന്ന് വിളിക്കാനായിട്ട് തുടങ്ങിയത്. ഈ ഉടമ്പടിയിലേക്ക് ദൈവമാണ് അവരെ വിളിച്ചു ചേർത്തത്. ഉടമ്പടിയുടെ മുൻകൈയെടുക്കൽ ദൈവമാണ്. ദൈവം അവരെ വിളിച്ചതുകൊണ്ട് മാത്രമാണ് അവർക്ക് അങ്ങനെയൊരു പദവി ലഭ്യമായത്. ദൈവം അവർക്ക് ആ പദവി നൽകിക്കൊണ്ട് അവരെ തൻ്റെ ജനമാക്കി കൂട്ടിച്ചേർക്കുകയായിരുന്നു. ദൈവജനം എന്നത് പദവി എന്നതിനുപരിയായിട്ട് ചില ഉത്തരവാദിത്തങ്ങൾ കൂടി അവർക്ക് ലഭ്യമായിട്ടുണ്ട്. ദൈവജനത്തിൻ്റെ ഉത്തരവാദിത്തം, സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ദൈവജനം. ദൈവം അബ്രഹാമുമായിട്ട് ഉടമ്പടി ചെയ്തപ്പോൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിൽ പറയുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കുമെന്ന്. ചുറ്റുമുള്ളവർക്ക് അനുഗ്രഹമുള്ള ഒരു ജീവിതം നയിക്കേണ്ടവരാണ് ദൈവജനം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിലും 49-ാം അധ്യായത്തിലും ജനതകൾക്ക് പ്രകാശമായിട്ട് ദൈവജനം മാറണം എന്ന് ഇസ്രായേൽ മക്കളെ ദൈവം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ പ്രകാശമായിട്ട്, വഴികാട്ടുന്ന പ്രകാശമായിട്ട് ദൈവജനം മാറേണ്ടിയിരിക്കുന്നു. സമൂഹത്തിൻ്റെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് നടത്താനുള്ള വലിയ ഉത്തരവാദിത്വം ദൈവജനത്തിനുണ്ട്. ചുറ്റുമുള്ള അന്ധകാരത്തെ പഴിക്കുന്നതിന് പകരം ഒരു ചെറിയ ദീപമായിട്ട്, ദൈവത്തിൻ്റെ ദീപമായി ജ്വലിക്കുവാൻ ദൈവജനത്തിന് സാധിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഉടമ്പടിയിൽ എന്നെന്നും നിലനിൽക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവജനം എപ്പോഴും തൻ്റെ കൂടെ ഉണ്ടാകണമെന്ന ആഗ്രഹം ദൈവത്തിനുണ്ട്. അതുകൊണ്ടാണ് തന്നിൽ നിന്ന് അകന്നുപോയ ദൈവജനത്തെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി കാലാകാലങ്ങളിൽ പ്രവാചകന്മാരെ ദൈവം അയച്ചത്. പ്രവാചകന്മാരുടെ ശുശ്രൂഷയുടെ കേന്ദ്രമെന്ന് പറയുന്നത്
തന്നിലേക്ക് തിരിച്ചു വരാനുള്ള ദൈവത്തിൻ്റെ ആഹ്വാനമാണ്. തന്നിൽ നിന്ന് അകന്നുപോയ ജനത്തെ തിരിച്ചു കൊണ്ടുവരുവാൻ പ്രവാചകന്മാർ മുഖാന്തരം ദൈവം അരുളി ചെയ്തു. എന്നൊന്നും തന്നോടുകൂടെ ആയിരിക്കുവാൻ ദൈവജനത്തെ ആഹ്വാനം ചെയ്യുന്ന ദൈവം, ആ ദൈവജനത്തിന് തീർച്ചയായിട്ടും തങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടുകളോട് പ്രതിബദ്ധതയുണ്ടായിരിക്കും. ദൈവരാജ്യത്തിൻ്റെ വക്താക്കളായി, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി, ദൈവരാജ്യത്തിൻ്റെ അംബാസഡർമാരായിട്ട് ദൈവജനം മാറേണ്ടിയിരിക്കുന്നു. സമൂഹത്തിലെ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞുകൊണ്ട് തിന്മയ്ക്കെതിരായിട്ട് നന്മ ഉയർത്തിപ്പിടിച്ച് ദൈവത്തിൻ്റെ പ്രകാശങ്ങളായി ജീവിക്കുവാൻ ഈ പുതിയ വർഷത്തിൽ ദൈവജനത്തിന് സാധിക്കട്ടെ. ദൈവജനം എന്ന് പറയുന്നത് പ്രത്യേക ഒരു വിഭാഗമല്ല. ദൈവത്തെ അനുസരിക്കുന്ന, ദൈവം കാണിച്ചു തരുന്ന പാതയിലൂടെ നടക്കുന്ന ഓരോ വ്യക്തിയും ദൈവജനത്തിൻ്റെ ഭാഗമാണ്. പുതുവർഷം ദൈവത്തോടു കൂടെ ആയിരിക്കാം. ദൈവത്തോടു കൂടെയുള്ള സഞ്ചാരത്തിൻ്റെ ഒരു പുതിയ വർഷമായി തീരട്ടെ ഏവർക്കും ഈ പുതുവർഷം. എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെതായി നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.